ഹലോ. എന്നത്തെയും പോലെ 9 മണിയാകുമ്പോഴാണ് കേട്ടോ ഉറക്കമൊക്കെ കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്ത് എണീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് ഇന്ന് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കഴിക്കാനും വലിയ താല്പര്യമില്ലാത്തതും ഉണ്ടാക്കാനും വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ രാവിലത്തെ ഈ ടിഫിൻ ഉണ്ടാക്കുന്നത്. എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്തായാലും പുറത്തുനിന്ന് മേടിച്ചു. വാങ്ങിയത് ദോശയാണ് കേട്ടോ. നെയ് റോസ്റ്റാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിയത്. എനിക്ക് മസാല ദോശ ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് കഴിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് വാങ്ങിച്ചത്. പിന്നെ അപ്പൂന് മസാല ദോശയും കുട്ടികൾക്ക് ഭൂരിയാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് 2 സെറ്റ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നൂൽപ്പിട്ടുണ്ടല്ലോ, ഈ നൂൽപ്പിട്ട് ഞാൻ ഒരുപാട് വട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത്ര കണ്ട് നന്നായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നൂൽപ്പിട്ട് ഉണ്ടാക്കാൻ അങ്ങനെ തുനിയാറില്ല. പകരം നൂൽപ്പിട്ട് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പം പുറത്തുനിന്ന് മേടിക്കാനാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ടിഫിനും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ അടുത്ത പണിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അടുത്ത പണി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് 2 ആൾ എൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ. ഒന്ന് മെഹന്തി ഇട്ട് തരുമെന്ന് ചോദിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് മെഹന്തി കോൺ കുറേ നാളായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെക്കേഷൻ ആവണ സമയത്ത്, അതായത് പൊങ്കലിൻ്റെ ലീവ്, ഒരു 8-9 ദിവസം ലീവാണ് ഇവർക്ക്. ഇന്നലത്തോട് കൂടിയിട്ട് പൊങ്കൽ സെലിബ്രേഷൻ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ലീവാണ്. ഇനിയൊരു 8-9 ദിവസമൊക്കെ ലീവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീവുള്ള ദിവസം ഇട്ടരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തൊട്ടിട്ട് എനിക്ക് എൻ്റെ 2 സൈഡിലും ചെവി തിന്നുകയാണ് കേട്ടോ. ഒരാളും ഇപ്പുറത്തുനിന്നും ഒരാൾ അപ്പുറത്തുനിന്നും മെഹന്തി ഇട്ട് തരാൻ പറഞ്ഞിട്ട്. ഇന്നലെ രാത്രി ഇട്ട് തരാൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല, കാരണം ബെഡിലെല്ലാം ആക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓരോ കൈയല്ല കേട്ടോ, ഒരു കൈ 2 കൈൻ്റെ ഉള്ളിലും 2 കൈൻ്റെ പുറത്തും, അങ്ങനെ 8 കൈ ഇട്ട് കൊടുക്കണേ. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ലഞ്ചിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് ഇന്ന് ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ. സാമ്പാർ, ഒരു വലിയ കുക്കർ നിറയെ സാമ്പാർ, എന്തായാലും സാമ്പാറും പിന്നെ അതുപോലെ ക്യാബേജ് തോരനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്, പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, പട്ടു തീരെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്താലാണ് ഈ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ ഈ മീൻ. അതുപോലെ ഒരു 1/2 കിലോ ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതിൽ ചിക്കൻ നമ്മുടെ അപ്പുവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പുവിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ചിരവിയ തേങ്ങയൊക്കെ ഇട്ടിട്ട് അതിൽ ബാക്കി മസാലകളൊക്കെ ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ച് കറിവേപ്പിലൊക്കെ ഇങ്ങനെ എടുത്താൽ നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ അതേപോലെ തന്നെ അത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കണത്. അപ്പോൾ അതും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം മീൻ പൊരിച്ചു. നല്ല വലിയ മീനായിരുന്നു. എനിക്ക് ഈ മീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട്. ഇത് നല്ല ടേസ്റ്റില്ല കഴിക്കാൻ. അതും ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ ലഞ്ചിന്. ഇത് ഇങ്ങനെ മസാല പോയിട്ട് അങ്ങനെ എടുക്കാനല്ലേ, വറുത്തെടുക്കാനല്ലല്ലോ. ഇങ്ങനെ എടുക്കണമെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാ. അങ്ങനെയല്ലേ. ചിക്കൻ ഫ്രൈ ഇന്ന് അപ്പു ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പട്ടു ഇന്ന് അപ്പൂൻ്റെ സെറ്റാണ്. നല്ല പോലെ വറുത്ത് കോരി എടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പട്ടു. പിന്നെ മീൻ വറക്കുമ്പോഴൊക്കെ എപ്പോഴും പട്ടു പറയാറുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാമല്ലോ, എനിക്ക് മാത്രം എന്താ ചിക്കൻ ഫ്രൈ ചെയ്ത് തരാത്തേന്ന്. അപ്പോൾ ആ ഒരു പരാതി വേണ്ട വിചാരിച്ചിട്ടാണല്ലോ 2ഉം കൂടി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ലേറ്റായിട്ടോ, 2 മണിക്കായി. അപ്പോഴാണ് കുളിക്കാൻ പോകുന്നത്. കുളിച്ച് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം.
ഈ വീട്ടിൽ ആണ്ടിലൊരിക്കൽ ക്ലീൻ ആക്കുന്ന ഒരു റൂമുണ്ട് കേട്ടോ. ആ റൂമിലാണ് നമ്മൾ ഇനി ആവശ്യം വന്നാലോ ആവശ്യം ഉണ്ടെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മുടെ ബെഡ്റൂമിലും അതുപോലെ ഹാളിലൊന്നും വെക്കാൻ പറ്റാത്ത മീൻസ് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ അന്ന് കളയാനും പറ്റില്ല. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ, പിന്നെ പഴയ ഡ്രസ്സുകളും, അങ്ങനെ നമുക്ക് റൂമുകളിലേക്ക് ഭാരമായിട്ടിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന റൂമുകളിലൊക്കെ ഭാരമായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന റൂമാണിട്ടത്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ ഉണ്ട്. പിന്നെ അതല്ലാതെ ഒരു സോഫ, അതുപോലെ ഒരു പഴയ TV, പിന്നെ ബീൻ ബാഗ്, അങ്ങനെ കുറേ സംഗതികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ എപ്പോഴും കളിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് കളിക്കുക. കാരണം അവർക്ക് ഈ കളിക്കാനും തിരയാനൊക്കെ ഒരുപാട് സംഗതികൾ ഇതിലുള്ളതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട്, എന്തോ നിധി ഒളിപ്പിച്ച് വെച്ച പോലെയാണ് കേട്ടോ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര മോശമാക്കിയിട്ടൊക്കെയാണ്. പിന്നെ ചുണ്ടുവിൻ്റെ കുറേ ചെറിയ ഡ്രസ്സുകൾ, വേറെ ആർക്കും കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എൻ്റെ കസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ നാട്ടിൽ വരുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കും. അതല്ലാത്ത കുറേ നമുക്കിങ്ങനെ തുടയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ, തുണികളൊക്കെ നമ്മൾ എടുത്തു വയ്ക്കാറ് ഈ റൂമിലാണ്. അപ്പോൾ അത് ഭയങ്കര മോശമായിട്ട് ഇരിക്കുകയാണ് കുറേ മാസങ്ങളായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടക്കിപ്പറക്കി വേണ്ടാത്തൊക്കെ പുറത്തോട്ട് തള്ളാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ ഓരോ വട്ടമായിട്ട് വേണ്ടതും വേണ്ടാത്തതൊക്കെ ആക്കി വെക്കുകയാണ്. പിന്നെ pre-KG LKG മുതൽ നമ്മൾ പഠിച്ച, ഇപ്പം ഞാനല്ല കേട്ടോ, പഠിച്ച ബുക്സും ബാഗ്സും അങ്ങനെ നോട്ട് ബുക്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറേ സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ പുറത്ത് കണ്ടോ ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പട്ടും ചുണ്ടും കൂടിയിട്ട് പുറത്തോട്ട് പോയിട്ടോ. ഇവിടെ നാളെ എന്തൊക്കെയോ പൊങ്കൽ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഈ സ്ട്രീറ്റിൽ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനിലാണ് ഈ സ്ട്രീറ്റിലെ എല്ലാവരും. പട്ടും ചുണ്ടും പുറത്ത് പോയിട്ട് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അവരെന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പൗച്ചും പെൻസിലും സ്കെച്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അതും കഴിഞ്ഞ് പിന്നെ നൈറ്റ് ആയപ്പം അവർ KFC ഓർഡർ ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് ചില സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക, എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു തോന്നലാണ്. അപ്പോൾ KFC ഓർഡർ ചെയ്തു. എനിക്കെന്താ നല്ല കുറേ നാളുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ KFC ഒക്കെ വാങ്ങുമ്പോൾ അത്ര കണ്ട് താല്പര്യമില്ല കേട്ടോ ഇപ്പോൾ KFC. അപ്പോൾ എന്നാലും അതിന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള 1-2 പീസ് ഞാൻ കഴിച്ചു. പിന്നെ പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ എനിക്കിഷ്ടമാണ് പൈനാപ്പിൾ കേട്ടോ. പൈനാപ്പിൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുറിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതും കഴിച്ചു 2 പീസ്. അതോടുകൂടി ഞാൻ എൻ്റെ ഡിന്നർ അവസാനിപ്പിച്ചു കേട്ടോ. എന്താ പറയുക, ഇനി വേറെ ഒന്നും കഴിക്കാനുള്ള മൂഡുമില്ല, പിന്നെ ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല. എനിക്കെപ്പോഴും ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്വയം മനസ്സറിഞ്ഞും വയറ് നിറഞ്ഞും കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ? എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ. ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് തരാനാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ അത് ഞാൻ കഴിച്ചു കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ മാത്രം എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ അവനെങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോഴേ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറിയോ ഷേക്ക് ഉണ്ടാക്കി തരികയാണ് കേട്ടോ. വീട്ടിലേക്ക് ഒരുപാട് ഓറിയോ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓറിയോ ഷേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ കുട്ടികൾക്കും കൂടുതലും ഓറിയോ ഷേക്കാണ് ഇഷ്ടം. പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓറിയോ ഷേക്കാണ് പറയാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഓരോ ഗ്ലാസ് എടുത്ത് എന്തായാലും രാത്രി നമുക്ക് സൂക്ഷ്മദർശിനി കാണാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി ഇപ്പോൾ ഇതിൽ OTT വന്നിട്ട്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് മിൽക്ക് ഷേക്കും എല്ലാം KFCയും ഒക്കെ കൂടി എടുത്ത് ഹാളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സിനിമയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കണ്ടു നോക്കിയിട്ട് അറിയാം. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.